ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന സദ്യ സ്പെഷ്യൽ ഒരു ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഇനി വേഗം അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഇതാ ഒരു കുക്കർ എടുത്തോ. ഇനി ഇതൊക്കെ അതിൽ വാരിയിട്ട് കൊടുക്കാം. ഇതൊക്കെ വാരിയിട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇതാ കുക്കർ 2 വിസിലൊന്ന് ഓഫ് ചെയ്ത് ഇത് തുറന്ന് നോക്കാം. ഇതാ കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതാട്ടോ നന്നായി വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുക്കറിലിടുന്നത് കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. തൊട്ട അങ്ങനെ അലിഞ്ഞു പോകുന്ന പോലെ. ഇതാ ഒരു മുറി തേങ്ങ ചിരവിയത്, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, ലേശം കുരുമുളക്, ഏലക്ക, പട്ട, ഗ്രാമ്പൂ, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതെല്ലാം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട്. ഇതൊന്ന് അതിലിട്ട് കൊടുക്കാം. വെള്ളം ജാറിൽ ലേശം കഴുകി ഒഴിക്കണം. ഇതാന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. മതിയാവും. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു സവാള, ലേശം ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്തത്. ഇത് വേണമെങ്കിൽ അതിൽ തന്നെ ഇട്ട് വേവിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനൊരു ഇത്തിരി ടേസ്റ്റ് കൂടും കേട്ടോ. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഒരു തക്കാളി, 2 പച്ചമുളക്, ഇതൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിതായിട്ട് അതിൽ കൊട്ടി കൊടുക്കാം. ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. മതിയാവും. ഓഫ് ചെയ്യാം. ഇതാ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ലേശം കടുക്, കറിവേപ്പില ഒന്ന് താളിച്ച് കൂട്ടിയതാണ്.